വിധിന്യായത്തിൽ ആക്റ്റഡ് ഇൻ കോംപ്ലിസിറ്റി വിത്ത് ദ കൺവിക്സ് എന്ന് കൃത്യമായി പറയുകയും ഇറ്റ് വാസ് ദിസ് ആപ്രിഹെൻഷൻ വിച്ച് ലെറ്റ് ദിസ് കോർട്ട് ടു ട്രാൻസ്ഫർ ദ കേസ് ടു പിന്നെ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്ഥിതിക്ക് ഇനി അതിൻ്റെ മുകളിലൊരു ചർച്ച ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഈ കോടതിയെ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാറായോ എന്നുള്ളതാണ്. ഞാനിപ്പോഴും ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരു പൗരനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായും എടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, കോടതി യഥാർത്ഥത്തിൽ ശരിയായ വിധിന്യായം പുറപ്പെടുവിക്കുന്നില്ല. വളരെ സുപ്രധാനമായ കേസുകളിൽ ഇപ്പോഴും തെറ്റായ വിധിന്യായമാണ് പുറപ്പെടുവിക്കുന്നത്. 370 കാര്യത്തിൽ ഞാൻ അങ്ങനെ കാണുന്നു, അതുപോലെ തന്നെ അയോധ്യയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ കാണുന്നു, ഹിൻഡൻബർഗിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ കാണുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ചിതറിക്കിട്ടുന്ന ന്യായവിധികളിൽ ഒന്നായി മാത്രമേ ഇതിനെ ഞാൻ കാണുന്നുള്ളൂ. അതല്ലാതെ ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ 370 അംഗീകരിച്ചൂടെ? ഇല്ല, 370 എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുപോലെ അയോധ്യ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല, ഹിൻഡൻബർഗ് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിനൊക്കെ കൃത്യമായ ന്യായ കാരണങ്ങൾ നമ്മൾ ഓരോ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ ഒറ്റപ്പെട്ട വിധികളിലാണ് മതാധിഷ്ഠിത സ്വഭാവം ഉണ്ടാകുന്നതെങ്കിൽ ഇപ്പോൾ ഒരു പൊതുരൂപമായി അത് വരുന്നു എന്നുള്ള ആശങ്ക ഒരു പൗരൻ എന്നുള്ള നിലയിലുണ്ട്. അതുകൊണ്ട് BV നാഗരത്ന എന്ന് പറയുന്ന ജഡ്ജിയുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഈ വിധി, ആ വിധി നമുക്ക് ആ വിധി കൊണ്ട് സ്വീകാര്യമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ആ ബെഞ്ചിലെ ജഡ്ജ് ആരാണെന്നുള്ള പ്രധാനമാണ്. അത് ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ മാസത്തിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് വന്ന വിധികളുണ്ട്. അത് നമുക്ക് ഒട്ടും പ്രതീക്ഷ നൽകുന്നതല്ല. നരോദാഗാം കൂട്ടക്കൊലക്കേസിൽ 11 പ്രതികളെയും തെളിവില്ല എന്ന് കണ്ട് വെറുതെ വിട്ടു. കലോൾ കൂട്ടക്കൊലക്കേസിൽ 35 പ്രതികളെ വെറുതെ വിട്ടു എന്ന് മാത്രമല്ല, വ്യാജ മതേതരവാദികളായ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരുമാണ് കലാപം ആസൂത്രിതമെന്ന് പ്രചരിപ്പിക്കുന്നതെന്ന് കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്കാണ് ഈ വിധി വരുന്നത്. ഈ ജഡ്ജി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ജഡ്ജിയാണ്. ഒരു ജഡ്ജിനെ മാത്രമല്ല, ചില മതങ്ങളെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന വ്യാജ മതേതരവാദികൾ ഉണ്ടെന്നേ. നമുക്കിവിടെ രാജ്യം കേൾക്കുന്നുണ്ട്, നാട് കേൾക്കുന്നുണ്ടെന്നുള്ള സുജയം ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. നമുക്ക് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ പറയാം. നമ്മൾ വർഗീയ നിലപാടെടുക്കരുത്, അതാണ് ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം. അല്ല സർ, മതേതരം എന്ന് പറഞ്ഞുകൊണ്ട് സെലക്റ്റീവായ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ മതേതരം എന്ന് പറയുന്നത് ഒരിക്കലും സെലക്റ്റീവായ അഭിപ്രായമല്ല. അത് വർഗീയതക്കെതിരാണ്. അത് വർഗീയതക്കെതിരാണ്. ഞാനിപ്പോൾ വർത്തമാനത്തിലില്ല, ചർച്ചയ്ക്കില്ല. ഞാൻ എൻ്റെ പോയിന്റ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, ഗോദ്ര ജയിലിന് മുമ്പിൽ ഈ പ്രതികൾക്ക് സ്വീകരണം നൽകിയപ്പോൾ, അവരുടെ കാൽ തൊട്ട് വണങ്ങിയപ്പോൾ, അവർക്ക് ഹാരമണിയിച്ചപ്പോൾ, അവർക്ക് ലഡു വിതരണം ചെയ്തപ്പോൾ ലജ്ജിച്ചത് ഇന്ത്യയാണ്, മതേതര ഇന്ത്യയാണ്. അപ്പോൾ ആ മതേതര ഇന്ത്യയെ ഒരു പരിധിവരെ BV നാഗരത്നത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ആശ്വാസം കൊള്ളുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.